ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനൽ ഗ്രോത്തുമായി ഒരുപാട് പേർ എനിക്ക് ഡൗട്ടെല്ലാം ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അത്തരത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു മെസ്സേജിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ മെസ്സേജ് അയച്ചിരിക്കുന്നത്, എൻ്റെ ചാനലിൽ വ്യൂസ് എല്ലാം കുറഞ്ഞു, ഞാൻ കുറേ ചാനൽ സബ് ചെയ്തിരുന്നു, ഇനി എന്തു ചെയ്യും, റിപ്ലൈ തരണേ എന്നാണ് ഇവിടെ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ സബ് എന്നത് നമുക്ക് ചാനൽ ഗ്രോത്തിനെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുമോ? എന്താണ് ഇതിൻ്റെ ഗുണം? എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നുള്ള ദോഷങ്ങളെല്ലാം വരുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂസ് ഒന്നും വരുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറുന്നില്ല. ഇത്തരത്തിലൊരു സാഹചര്യത്തിലെല്ലാമാണ് ഇത്തരത്തിൽ പലരും ഈ സബ് എല്ലാം ആശ്രയിക്കുന്നത്. എന്നാൽ ഈ സബ് നമ്മൾ കരുതുന്നതിലും വലിയ ഒരു പ്രശ്നമായി നമ്മുടെ ചാനലിന് മാറാറുണ്ട്. അത്തരത്തിലൊരു പ്രശ്നമാണ് ഇദ്ദേഹത്തിന് ഇവിടെ വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഒരുപാട് ആളുടെ, അതായത് സബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റൊരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവർ ഇങ്ങോട്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റിൽ പലരും ഇതുപോലെ അവരുടെ ചാനൽ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് സബ് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു 50 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു, അവരുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നു, അവർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നു. ഇപ്രകാരമാണ് സബ് സിസ്റ്റം വർക്കാകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴാണോ മറ്റുള്ളവരുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് സമയം കിട്ടാതെ വരുന്നത്, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ചാനൽ മറ്റുള്ളവരും സപ്പോർട്ട് ചെയ്യാതെ വരും. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള വ്യൂസിനേക്കാൾ വളരെ കുറഞ്ഞ വ്യൂസിലേക്ക് നിങ്ങൾക്കിത് പോകാനും അതുവഴി നിങ്ങളുടെ ഈ ഒരു വ്യൂസ് എല്ലാം വന്നിരിക്കുന്നത്, ഇത് യൂട്യൂബിന് സസ്പീഷ്യസ് ആക്ടിവിറ്റി എല്ലാം ക്രിയേറ്റ് ചെയ്യും. അതായത് യൂട്യൂബിന് നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന വ്യൂസ്, ഇത് എപ്രകാരമുള്ള വ്യൂസ് ആണെന്നെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ട്രേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്രകാരം സബ് ചെയ്തു എങ്കിലും ഇത്തരത്തിൽ യൂട്യൂബിന് നിങ്ങൾക്ക് വരുന്ന ഈ വ്യൂസിൻ്റെ ഇതിൻ്റെ സോഴ്സ് എല്ലാം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെയാണ് സബ് ചാനലുകൾ ഒരുപാട് പേർ ഇത്തരത്തിൽ ഈ ചാനൽ ഇത് ഗ്രോ ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സബ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്കൊരു 200 വ്യൂസ്, 300 വ്യൂസ്, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വ്യൂസ് അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് അധികവും ലഭിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇത്തരത്തിൽ വരുന്ന ഈ വ്യൂസിൽ യൂട്യൂബിൽ സസ്പീഷ്യസ് ആക്ടിവിറ്റി എല്ലാം ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോസ് ഇത് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാതെ വരും. അതിനാൽ തന്നെ നിങ്ങളുടെ വീഡിയോസ് ഇത് സെർച്ചിലൊന്നും വരാത്ത അവസ്ഥയും വരും. ഇത്തരത്തിലെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി ഗ്രോ ചെയ്യേണ്ട ഒരു അവസരമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അതിനാൽ തന്നെയാണ് ഞാൻ എല്ലാവരോടും ഇത്തരത്തിൽ സബ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് നിങ്ങൾ തന്നെ നശിപ്പിക്കുകയാണ് എന്ന് പറയുന്നത്. എന്നാൽ പലരും നമ്മുടെ ചാനലിലേക്ക് ഒരു വ്യൂസ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വ്യൂസ് എല്ലാമാണ് വരുന്നത് എങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്നത് ഇത് നമുക്ക് കുറച്ച് വ്യൂസ് എല്ലാം ആയിരിക്കും ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ ഇവിടെ ഫ്ലെക്സിബിലിറ്റി എല്ലാം സംഭവിക്കാം. അതായത് നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് നല്ല വ്യൂസ്, അത് കഴിഞ്ഞ് പിന്നെയും നിങ്ങൾക്ക് വ്യൂസ് എല്ലാം കുറയാം. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത്തരത്തിലെല്ലാം തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ കുറഞ്ഞ വ്യൂസ് ആണ് എന്ന് കരുതി നിങ്ങൾ മറ്റു തരത്തിലെല്ലാം പോവുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ചാനലിന് ഡിസഡ്വാൻറ്റേജ് ആയി വരും. കാരണം നിങ്ങൾക്ക് റെപ്യൂട്ടഡ് ആയ വ്യൂസ് അല്ല നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് വരുന്നവരല്ല നിങ്ങൾക്ക് ഇത്തരത്തിൽ വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെയാണ് നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് ഇതൊരു തടസ്സമായി മാറുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ 10 വീഡിയോ അതായത് നല്ല വ്യൂസ് എല്ലാം ഉള്ള 10 വീഡിയോസ് എല്ലാമാണ് ഞാൻ റിമൂവ് ചെയ്തത്. കാരണം എന്ന് പറയുന്നത്, ഈ ഒരു ചാനലിൽ ആ ഒരു വീഡിയോ ഈ ഒരു ചാനലിൻ്റെ നിഷിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വ്യൂസ് എല്ലാമാണ് എനിക്ക് കിട്ടിയിരുന്നത് ആ വീഡിയോയിലേക്ക്. കാരണം എൻ്റെ നിഷ് എന്ന് പറയുന്നത് ഇത് യൂട്യൂബ് ടിപ്സ്, യൂട്യൂബ് അപ്ഡേറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാമാണ്. എന്നാൽ ഞാൻ തുടക്കത്തിൽ ചെയ്തിരുന്ന കുറച്ച് വീഡിയോസ് ഇത് കുറച്ച് അൺബോക്സിങ് അല്ലെങ്കിൽ ടെക്നോളജി പരമായ വീഡിയോസ് എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനാൽ തന്നെ ആ വീഡിയോസിന് നല്ല വ്യൂസ് എല്ലാം പോകുമ്പോൾ എനിക്ക് കൂടുതൽ വ്യൂസ് അതിൽ നിന്നും വരുന്നു. അതുപോലെ എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അത്തരത്തിൽ ഒരു വീഡിയോയിൽ നിന്നും വരുമ്പോൾ ഇത് എൻ്റെ ഈ ഒരു നിഷിന് എഗെയിൻസ്റ്റായി വരും. അപ്പോൾ ഇവിടെയാണ് എനിക്കും കറക്റ്റായി എൻ്റെ നിഷിനനുസരിച്ചുള്ള ഓഡിയൻസിനെ കിട്ടാതെ വരുന്നത്. കാരണം നമ്മൾ 2 നിഷ് അനുസരിച്ചുള്ള വീഡിയോസ് എല്ലാം ഒരേ ചാനലിൽ ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ വരുന്നത്.
അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് സബ് ഫോർ സബിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഈ നിഷ് മാത്രമായി നിലനിർത്തുന്നതിന് വേണ്ടി മറ്റു ഒരു വീഡിയോസ്, അതായത് എൻ്റെ പോപ്പുലറായ ഒരുപാട് വീഡിയോസ് ഡിലീറ്റ് ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ എല്ലാം ചെയ്തതാണ്. കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. എന്തിനാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്നെല്ലാം ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലോങ് ടേം സക്സസ് എല്ലാമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ സബ് ഫോർ സബ് എന്നത് നിങ്ങളുടെ ചാനലിന് ഗുണം ചെയ്യില്ല. ഷോർട്ട് ടേം ആയി നിങ്ങൾക്ക് കുറച്ച് വ്യൂസ് അല്ലെങ്കിൽ കമൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ ഇത്തരത്തിൽ ഈ ഒരു കാര്യം സഹായിച്ചു എന്ന് വരാം. എന്നാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് വലുതാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ലതായി ഫോക്കസ് ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള കണ്ടൻ്റ് എല്ലാം ചെയ്ത് നല്ല ജെന്യൂൻ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിന് ഇതിനേക്കാൾ ഡബിളായി നിങ്ങൾക്ക് വളരെ സ്പീഡിൽ നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് എല്ലാം കൊണ്ടുവരാൻ സഹായിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ സക്സസ് റേറ്റ് നിങ്ങൾ തന്നെ കുറയ്ക്കുകയാണ്. അതിനാൽ തന്നെയാണ് ഞാൻ വീണ്ടും ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. പലർക്കും ഇത്തരത്തിൽ പറ്റി പിന്നീട് ഇതിൽ നിന്നും എന്ത് ചെയ്യണമെന്നറിയാത്ത, ഇപ്പോൾ ഇവിടെ മെസ്സേജ് അയച്ചിരിക്കുന്ന ഇദ്ദേഹം പറഞ്ഞതുപോലെ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. കാരണം നേരത്തെ അദ്ദേഹത്തിന് നല്ല വ്യൂസ് എല്ലാം വന്നിരുന്നു. ഇപ്പോൾ അത് പെട്ടെന്ന് ഭയങ്കര ഡ്രോപ്പായി പോയിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സമയമുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ സബ് ഫോർ സബ് ചെയ്തവർ അവർ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കറക്റ്റായി കാണുന്നുണ്ടാകില്ല. ഇനി ഇത്തരത്തിൽ കണ്ടാലും യൂട്യൂബിന് ഇത് ട്രൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ വീഡിയോ ഇത്തരത്തിലുള്ളവർക്കിടയിലല്ലാതെ പുതിയ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ സെർച്ചിലേക്ക് വരുത്താനോ ഇത്തരത്തിലൊന്നും കഴിയാത്ത അവസ്ഥ വരും. അതായത് അവർ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. അതിനാൽ തന്നെയാണ് ഈ ചാനൽ ഗ്രോത്ത് എല്ലാം നമുക്ക് അവിടെ സ്റ്റക്ക് ആകുന്നത്. ഇനി പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് തരാം, ഞങ്ങൾ നിങ്ങൾക്ക് വാച്ച് അവർ തരാമെന്നെല്ലാം. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിലാണ് നിങ്ങൾക്ക് ഒരു ചാനലിൽ അതിലെന്തെങ്കിലും ചെയ്ത് കാര്യമുള്ളൂ. കാരണം നമ്മൾ ഒരു ചാനൽ അല്ലെങ്കിൽ നമ്മൾ വാച്ച് അവർ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് പർച്ചേസ് ചെയ്തു എന്നതുകൊണ്ട് നമ്മുടെ ചാനലിന് നമുക്കൊരു അഡ്വാൻറ്റേജും അതിൽ നിന്ന് ലഭിക്കില്ല. കാരണം നമ്മുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ നിന്നും വാച്ച് അവർ എല്ലാം നേടുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നും വരുമാനമെല്ലാം വരിക. അല്ലാതെ ഒരു മോണിറ്റൈസ്ഡ് ആയ ഒരു ചാനലെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് അതിൽ നിന്നും വരുമാനം ലഭിക്കുക എന്നത് പ്രയാസമാണ്. അതിനാൽ തന്നെയാണ് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ കറക്റ്റായ, അതായത് നിങ്ങൾ യൂട്യൂബിൽ നല്ല കണ്ടൻറ്റ്, അതുപോലെ ടൈറ്റിൽ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ, ഇത്തരത്തിൽ SEO റാങ്കിങ് ലഭിക്കുന്നതിനുള്ള അതിന് വേണ്ട റാങ്കിങ്ങിന് വേണ്ട കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് ഇത് വളരെ പെട്ടെന്നാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ആരും ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ പോയി നിങ്ങളുടെ സമയം അധികം ചെലവഴിക്കാതിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്